വേണമെങ്കിൽ ഇച്ചിരി നേരെ മൊബൈൽ കണ്ടോ, ഗെയിം കളിച്ചോ? വേണ്ട, ഞാൻ ഡ്രോയിങ് ചെയ്യല്ലേ. നമുക്ക് കരാട്ടയ്ക്ക് പോകുമ്പോഴേ ഒരു ഐസ്ക്രീം വാങ്ങിക്കാം കേട്ടോ. അമ്മ വേണ്ട, അമ്മയല്ലേ പറഞ്ഞു തൊണ്ടവേനയാന്ന്. ഒരു ഐസ്ക്രീം ഒന്നും കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളം കുടിച്ചാൽ മതി. എന്തോ കുഴപ്പമുണ്ടല്ലോ. നീ കഴിഞ്ഞ ദിവസേ നാരങ്ങ വെള്ളം ചോദിച്ചില്ലേ, എന്നെ ഇട്ട് തരട്ടെ? ഇത് കഴിഞ്ഞ ആഴ്ച ചോദിച്ചതോ? ഇപ്പൊ ഇട്ടുതരാം. കഴിക്കാണ് ഒട്ടും ബലമില്ല ഉണ്ണി, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അമ്മ ഇപ്പോഴല്ലേ ഒരു വലിയ ബക്കറ്റും എടുത്തുകൊണ്ട് എന്റെ റൂം ഉടക്കാന്ന് പറഞ്ഞ് കയറി പോയത്. പക്ഷെ തുടച്ചെല്ലാം പറ്റത്തുള്ളൂ, അതുകൊണ്ട് അങ്ങ് പോയതാ. പക്ഷെ എന്തുവാന്ന് അറിയാമോ, എന്റെ വാദം അങ്ങാണോ ആണോ, അതെല്ലാം അങ്ങ് വീണ് പോവാ. വാദം കാലം വരുന്നില്ലേ? കാലം വരുത്താന്നോ? കൈ വരുത്തില്ലോ? എന്തായാലും എന്റെ കൈക്ക് തീരെ ബലമില്ല, എന്തോ തൊട്ടാലും അങ്ങ് വീണ് പോവാ. അതെ, അത് ഞാൻ കബോർഡ് തുടച്ചപ്പോഴേ അച്ഛന്റെ പുതിയ വാച്ച് ഒന്ന് ചെറുതായിട്ട് താഴെ വീണൊന്ന് പൊട്ടിപ്പോയി. അച്ഛനോട് പറയല്ലേ. അത് അച്ഛൻ എത്ര നാളോട് നോക്കിയിരുന്ന് മേടിച്ച വാച്ചാന്നറിയോ? അത് ലിമിറ്റഡ് എഡിഷനാ. ഇപ്പൊ എന്തോ ആയാലും അച്ഛൻ അറിഞ്ഞ ഇപ്പൊ കിട്ടും. പിന്നെ കിട്ടാനുണ്ടോന്നാ? അല്ല, നിന്റെ അച്ഛൻ ലിമിറ്റഡ് എഡിഷനും വല്ല കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് സൂക്ഷിച്ച് വെക്കണം. ഈ കബോർഡ് നിങ്ങൾ അറ്റത്താ കൊണ്ടുവച്ചേക്കും, ഒന്നും തൊട്ടാ താഴെ വീഴുന്ന രീതിയിൽ സൂക്ഷിച്ച് അങ്ങോട്ട് വെക്കണം. അതെങ്ങനെ അപ്പനെ മോനും കണക്കാ, ഒരു സാധനം സൂക്ഷിച്ച് വെക്കും. നമ്മൾ പോണം എല്ലായിടത്തും അടിക്ക് പക്കി വെക്കാൻ വേണ്ടിട്ട്. നാഗവല്ലിയൊക്കെ കൂടാതെ പറയല്ലേടാ, അബദ്ധം പറ്റിപ്പോയി, ഞാൻ ശരിയാക്കി വെച്ചോളാ. ഉള്ളിലെ നാഗവല്ലി ഇടക്കിടയ്ക്ക് അറിയാതിങ്ങ് പുറത്തേക്ക്. അമ്മ ഞാൻ പറഞ്ഞു നോക്കത്തില്ല, എന്റെ മലയാളത്തിന് മാർക്ക് വാങ്ങിയതാണ്. ഏത് 4 മാർക്ക് വാങ്ങിച്ചതോ? മുതലെടുക്കുകയാണോ സജി? അച്ഛന്റെ നേരത്തെ താഴെയാണ് പൊട്ടിയതാ. അമ്മ വഴക്ക് പറയാന്ന് പറഞ്ഞിട്ട് എന്റെ കബോർഡിൽ കൊണ്ട് വെച്ചയാ. ഇപ്പൊ പോരാളിക്ക് മനസ്സിലായില്ലല്ലോ, അത് നേരത്തെ പൊട്ടിയിരുന്നേ. എന്തായാലും എന്റെ കാര്യം നടന്നു.